ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അതായത് നമ്മളിങ്ങനെ 4 മണി പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കട്ടൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് ആട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കണേ കേട്ടോ. അതായത് തേങ്ങയും ഏലക്കയും ശർക്കരയും അതേപോലെ തന്നെ ചെറിയ ജീരകവും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ തേങ്ങ വിളയിച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നോർമലി നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്ത സ്ഥിതിക്കൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പകുതി ആളുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസൊക്കെ കണ്ടുപോണത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അത്ര വലിയ ചാനലല്ല, ചെറിയ ചാനലാണ്. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതായത് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിന്നാക്കി പരത്തിയതിന് ശേഷം ഫില്ലിങ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് ശേഷം നമ്മളതിൽ ആവി വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ മധുര പലഹാരങ്ങളാകുമ്പോൾ പിള്ളേരുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതനുസരിച്ചിട്ട് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ശർക്കര ഇട്ട്, പിന്നെ അംഗനവാടിയിൽ നമുക്ക് കിട്ടിയ ശർക്കര ഇങ്ങനെ കുറേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ അട, കോഴിക്കട്ട പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ പലഹാരപ്പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ എണ്ണത്തിനൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. കാരണം ചില സമയത്ത് അവർ കഴിക്കും, പിന്നെ കഴിക്കില്ല. അപ്പോൾ ഈ മധുരം ഒന്നുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചിലർക്ക് അത്രയ്ക്ക് വലിയ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മളൊരു 6-7 കണക്ക് കൂട്ടിയിട്ടാണ് കൂടുതലും വയ്ക്കുക, അവർക്ക് കഴിക്കാൻ പാകത്തിന് വയ്ക്കുക. ചില ദിവസം നമ്മളങ്ങനെ കഴിക്കില്ല എന്ന് വെച്ച ദിവസം കഴിക്കൽ കൂടുതലായിരിക്കും, ചില ദിവസം നമ്മൾ കഴിക്കില്ല. അങ്ങനെ എല്ലാ പിള്ളേരുകളും അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടയുടെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആവിയാവട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കഴുകി വെച്ച കഴുകാനുള്ള പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കഴുകി വയ്ക്കുക. നമ്മൾ പലഹാരം ഉണ്ടാക്കണതല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അതായത് അത് കഴുകണം, അങ്ങനത്തുള്ള സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവി കയറുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ വെടുപ്പാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഒതുക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എത്രയുള്ള വീഡിയോ.